ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മായാവി ട്രേഡിംഗ്. ഇപ്പോൾ കുറച്ച് ദിവസമായി നമ്മൾ ഇങ്ങനെ വീഡിയോയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് സാരമല്ല, കുഴപ്പമില്ല. കാരണം നമ്മുടെ മെമ്പേഴ്സുകൾ നന്നായിട്ട് ഏൺ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുപോലെ പഠിച്ചുകൊണ്ട് ഏൺ ചെയ്യുന്നു, അതാണ് ഏറ്റവും വലുത്. പഠിച്ചുകൊണ്ട് ഏൺ ചെയ്യുന്നുണ്ട്. പിന്നെ ഡൗട്ട് ക്ലാരിഫിക്കേഷൻ അതുപോലുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് ഒരു സ്ട്രാറ്റജി അല്ല, നമുക്ക് സ്ട്രാറ്റജികൾ ഇഷ്ടംപോലെ ഉണ്ട്, നമുക്ക് വരുന്നുണ്ട്, നമുക്കത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സ്ട്രാറ്റജികളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അതൊന്നും കുഴപ്പമില്ല. പക്ഷേ ഇന്ന് നമ്മൾക്ക് ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ വിഡ്രോ, മനസ്സിലാവുന്നുണ്ടോ, എങ്ങനെ വിഡ്രോ ചെയ്യാമെന്നുള്ളതാണ് ഇന്നത്തെ ടോപ്പിക്ക്. അപ്പോൾ അതിനു മുമ്പ് ഇത് ആദ്യമായിട്ടാണ് നമ്മുടെ മായാവി ട്രേഡിങ്ങിൻ്റെ ഇത് ചാനൽ കാണുന്നവർ, വീഡിയോ കാണുന്നവർ, നിങ്ങൾ നമ്മുടെ ഫാമിലിയിൽ അംഗമാകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഓക്കെ, നിങ്ങളുടെ ടെലിഗ്രാമിൽ മായാവി ട്രേഡിംഗ് എന്ന് ടൈപ്പ് ചെയ്താൽ മതി. ഓക്കെ, ടെലിഗ്രാമിൽ പോയിട്ട് മായാവി ട്രേഡിംഗ് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ ഈ ഒരു ചിഹ്നത്തിൽ ഇതിങ്ങനെ വരും. ഇവിടെ വരുമ്പോൾ നിങ്ങൾക്ക് ഇതേപോലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം. ഓക്കെ, ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ VIP ഗ്രൂപ്പുകളിൽ, ഓക്കെ, VIP ഗ്രൂപ്പിൽ നടക്കുന്ന സിഗ്നൽസിൻ്റെയൊക്കെ ഒരു ഫോർവേഡ് ചെയ്തിട്ടുള്ളൊരു ഡീറ്റെയിൽസാണ് ഇവിടെയുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽസൊക്കെ കാണാം. ഓക്കെ, ഇതിന് മുമ്പ് ഒരു കാര്യം പറയാനുണ്ട്, ഒറ്റ മിനിറ്റ്. ഓക്കെ, പുതിയ മെമ്പേഴ്സിനാണ്, പുതിയ മെമ്പേഴ്സല്ല, പുതിയതായിട്ട് വീഡിയോ കാണുന്നവർക്കാണ്. ഇതാണ് മായാവി ട്രേഡിംഗ് VIP സിഗ്നൽ ടൈമിങ്സ് ആണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ബിനോമോയിലും അതുപോലെ തന്നെ ക്യൂടെക്സിലും നമ്മൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, ബിനോമോ എന്ന് പറയുന്നുണ്ട്, ബൈനോമോ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, നമ്മൾ ബൈനോമോയിലും അതുപോലെ തന്നെ ക്യൂടെക്സിലുമാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ ബൈനോമോയിൽ ചെയ്യുമ്പോൾ 1 മണിക്ക് ചെയ്യുന്നുണ്ട്, 6 മണിക്ക് ചെയ്യുന്നുണ്ട്, 8:30 ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സമയങ്ങളിൽ ഫ്രീ ഉള്ളവർക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ട്രേഡ് എടുക്കാം. ഇനി രാവിലെ മുതൽ വൈകുന്നേരം വരെ വീട്ടിലിരിക്കുന്ന ആൾക്കാർക്ക് ഇത് 3 എടുക്കാം, അത് നിങ്ങളുടെ ഇഷ്ടം. അതേപോലെ തന്നെ ക്യൂടെക്സിൽ 12:30 7 മണിക്കുണ്ട്, 9 മണിക്കുണ്ട്. നിങ്ങൾക്ക് ഇത്രയും സമയം നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാം. ഇതെല്ലാം ഈ ഫ്രീ സിഗ്നൽസ് എല്ലാം, ഇത് ഫ്രീ സിഗ്നലാണ്, ഇതെല്ലാം. അല്ലാതെ നമ്മുടെ അടുത്ത് ഒരു പെയ്ഡുമില്ല, 1 രൂപ പോലും, ഒരു 100 രൂപ പോലും നമ്മൾ ഒരാളുടെ അടുത്ത് നിന്ന് മേടിച്ചിട്ട് നമ്മൾ ഒരു പരിപാടിയും ചെയ്യുന്നില്ല. അതുകൊണ്ട് കംപ്ലീറ്റ് ഫ്രീ ആണ്, ഇത് മുഴുവൻ ഫ്രീ ആണ്. ഓക്കെ, ഈ നമ്മുടെ VIP ഗ്രൂപ്പിലേക്ക് അംഗമായതിനു ശേഷം നിങ്ങൾക്ക് ഇതേപോലെ ട്രേഡ് ചെയ്യാം. ഓക്കെ, ഇത്രയും സിഗ്നൽസാണ് കൊടുക്കുന്നത്. അപ്പോൾ സിഗ്നൽസിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഇതേപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇടുന്നുണ്ട്. ഓക്കെ, എന്ന് മനസ്സിലാവുമല്ലോ നിങ്ങൾക്ക്. ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് പഠിക്കുന്ന കാര്യങ്ങളൊക്കെ, അതിൻ്റെ കോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ഫ്രീ ആണ്. കോഴ്സ് എന്നല്ല, അതിന് ക്ലാസ് എന്ന് പറയണേ, ക്ലാസ്സും അതും ഫ്രീ ആണ്. അതിൻ്റെ 1-2 ക്ലാസ് കഴിഞ്ഞിട്ട് ഇനി VIP നമ്മുടെ ഗ്രൂപ്പിലേക്ക് അംഗമാകുന്നവർക്ക് ഞാൻ കോഴ്സ് പോലെ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് ഒരു അടുത്ത തിങ്കളാഴ്ച മുതലായിരിക്കും. തിങ്കളാഴ്ച മുതൽ നിങ്ങൾക്ക് രാത്രി ഓൺലി നൈറ്റ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഓരോരോ പണികളും കാര്യങ്ങളൊക്കെയാണ്. എല്ലാവരും ഓരോരോ പണികളൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തുന്നത്, ഞാൻ നൈറ്റ് വാച്ചർമാരെയല്ല ഉദ്ദേശിച്ചത്, നൈറ്റിൽ വർക്കുള്ളവരെയല്ല ഉദ്ദേശിച്ചത്. അല്ലാതെ ഭൂരിപക്ഷം കൂടുതലുമുള്ളത് എപ്പോഴാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പകൽ വർക്ക് ചെയ്യുന്നു, രാത്രി വീട്ടിൽ വരുന്നു. ഓക്കെ, അങ്ങനെയുള്ളവർക്ക് കോഴ്സ് ഞാൻ രാത്രി ഉണ്ടാവും. ഓക്കെ, അത് ലൈവായിട്ട് നമ്മൾ സംസാരിച്ചുകൊണ്ടുണ്ടാവുള്ളൂ. അതിൻ്റെ ഒരു ചെറിയ സെറ്റപ്പൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇനി അത് സംഭവിച്ചില്ലെങ്കിൽ, അതങ്ങനെ ലൈവായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മളെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ഒരു വീഡിയോ രൂപത്തിലെങ്കിലും നിങ്ങൾക്ക് അതിൻ്റെ കോഴ്സും കാര്യങ്ങളും നമ്മുടെ VIP ഗ്രൂപ്പിലുള്ള മെമ്പേഴ്സിന് എത്തിയിരിക്കും. അത് 100% ഉറപ്പാണ്. ഓക്കെ, കാരണം സിഗ്നൽ മാത്രം ഫോളോ ചെയ്തുകൊണ്ട് ചെയ്യുകയല്ല, ഒരാളെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ചെയ്യുകയല്ല. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്, പഠിച്ചിട്ട് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. ആർക്കും പഠിക്കുക. എല്ലാവരും പറയാറുണ്ട്, സം യൂട്യൂബേഴ്സിനോ അല്ലെങ്കിൽ സം ട്രേഡേഴ്സിനോ അവർ ഉപയോഗിക്കുന്ന സ്ട്രാറ്റജിയും അവരുപയോഗിക്കുന്ന ഇതും ഒന്നും വേറെ ആർക്കും പറഞ്ഞു കൊടുക്കുന്നില്ല എന്ന്. അങ്ങനെ ചിലർ പറയുന്നുണ്ടാവും അവർക്ക് സെപ്പറേറ്റഡ് മീൻസ് സെയിം ഓൺലി സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ടൂൾ ഉണ്ടാവും, ആ ടൂൾ ഉപയോഗിച്ചിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. അങ്ങനെയൊന്നുമില്ല. ഉണ്ടാവും, പക്ഷെ അത് നിങ്ങൾക്കും പറഞ്ഞു തന്നിട്ടുണ്ടാവും. മനസ്സിലാവുന്നുണ്ടോ? കാരണം ഒരു ഫാമിലിയുടെ നിലനിൽപ്പെന്ന് പറയുന്നത് തന്നെ നിങ്ങൾക്ക് പ്രോഫിറ്റ് ഉണ്ടാവുമ്പോഴാണ്.
നിങ്ങൾക്കെന്നും ലോസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കെന്നും ലോസ് ആണെങ്കിൽ പിന്നെ നിങ്ങൾ ഫാമിലിയിൽ നിൽക്കുമോ? ഇല്ല. ഒരു ദിവസം 2 ദിവസം ലോസ് വരും. അത് മാർക്കറ്റിനനുസരിച്ചാണ്, അത് വന്നിരിക്കും. മാർക്കറ്റ് എന്നും നമുക്ക് നല്ലത് തരില്ല. അങ്ങനെ തരികയാണെങ്കിൽ നമ്മൾ എന്നേ ഈ വേൾഡിൽ ഏറ്റവും വലിയ റിച്ചസ്റ്റ് മാൻ ആയേനെ. റിച്ചസ്റ്റ് മാൻ ഓർ റിച്ചസ്റ്റ് വുമൺ, വാട്ട് എവർ തിങ്സ്. ഓക്കെ, അങ്ങനെ ആയേനെ. അപ്പോൾ മാർക്കറ്റ് നമുക്ക് എന്തും തരും. ഒന്നെങ്കിൽ പ്രോഫിറ്റ് തരും, ഒന്നെങ്കിൽ ലോസ് തരും. പക്ഷേ ആ ലോസിനെ വെട്ടിക്കുറച്ച്, ആ ലോസ് എന്ന് പറയുന്ന സംഗതിയെ മാറ്റി നിർത്തല്ല, വളരെ കുറച്ച് എല്ലാ ദിവസവും പ്രോഫിറ്റ് എത്തിക്കുക എന്നുള്ളതാണ് നമുക്ക് ഒരു ട്രേഡിനെ സംബന്ധിച്ച് ഏറ്റവും വേണ്ടത്. നമ്മളങ്ങനെയാണ് ചെയ്യുന്നത്. നമ്മൾ ഒരു ദിവസം 10% നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ക്യാപിറ്റലിൻ്റെ എടുക്കും. മിനിമം 8 നമ്മൾ എടുത്തിരിക്കും. പക്ഷേ നമ്മളുടെ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 10%. 10% മേലോട്ടേ ഉള്ളൂ. ഏതെങ്കിലും ഒരു ദിവസം പ്രശ്നം വന്നു കഴിഞ്ഞാൽ 8% ആവുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പം നമ്മൾ 3 പ്രാവശ്യം നമ്മൾ ട്രേഡ് ചെയ്യുന്നതുകൊണ്ട്, ഇവിടെ കാണാം, 3 പ്രാവശ്യം ട്രേഡ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് 10%. എത്രയായി? ഇവിടെ എത്രയായി? 30% നമുക്കിടും. ഇവിടെ 10%. ഇവിടെ എത്രയായി? 60% നമുക്ക് പെർ ഡേ. ബിനോമിൽ ക്യൂടെക്സിൽ ഒരുമിച്ച് അക്കൗണ്ട് എടുക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു ദിവസം 60%, പോട്ടെ 5% വെച്ചിട്ട് ഒരു ട്രേഡ് എടുത്തോടെ 30% ഒരു ദിവസം കിട്ടിയോ? നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടിയോ? ഇതേ ഉള്ളൂ പരിപാടി. അപ്പോൾ ഇതാണ് നമ്മുടെ നമ്മുടെ ഫാമിലിയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓരോ ദിവസം നമുക്ക് എന്താ പറയുക, നമ്മൾ എടുക്കുന്ന പ്രോഫിറ്റിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ കാണാം, ഇവിടെ വിഡ്രോ പ്രോസസ്സിങ് പേയ്മെൻറ്റ് ഇത്ര 1,22,690. ഇതൊക്കെ പ്രോസസ്സിങ് ഇതാണ്. ഇത് നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ്. എല്ലാവർക്കും ഉള്ള സംശയങ്ങളാണ്. എന്താ പറയുക, ഇത് ഫ്രൈഡേ പ്രോഫിറ്റിൻ്റെയാണ്. ഓക്കെ, എല്ലാവർക്കും ഉള്ള സംശയങ്ങളാണ്. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പൈസ നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുമോ? പൈസ അവരൊക്കെ മേടിക്കാൻ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അല്ലെങ്കിൽ ക്യൂടെക്സ് ആയാലും ബിനോമോ ആയാലും അതിലേക്ക് ഈസിയായിട്ട് ഡെപ്പോസിറ്റ് ചെയ്യാം. പക്ഷേ വിഡ്രോ ചെയ്യുമ്പോൾ പ്രശ്നം വരുമോ? വിഡ്രോ ആവുമോ? നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വരുമോ പൈസ? എല്ലാവർക്കും ഉള്ള ഡൗട്ടാണിത്. ഇതെൻ്റെ അക്കൗണ്ടാണ്, അതിലേക്ക് ക്യാഷ് വന്ന് ഇതെല്ലാം ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഇതാണ് നമ്മുടെ എന്താ പറയുക ടൈമിങ്സ്. ഞാൻ നേരത്തെ പറഞ്ഞ ടൈമിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്താ പറയുക, ഇത് കണ്ടോ, ഇന്ന് 5-ാം തീയതിയാണ്. അപ്പോൾ ഇന്നലെ 4-ാം തീയതി നമ്മൾ എത്ര എടുത്തു? ബിനോമയിൽ നോക്ക്, നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. സെക്ഷൻ 1 12:30. ഞാൻ നേരത്തെ മേലെ പറഞ്ഞ ടൈം, ഈ ടൈം ബിനോമോ ഇതൊക്കെ 1 PM ഫസ്റ്റത്തെ ഡേ ഒരു ചെറിയൊരു എന്താ പറയുക, കുറച്ച് നേരത്തെ നടത്തി. ബാക്കി എല്ലാ ദിവസവും ഇനി വരുന്ന ദിവസങ്ങളൊക്കെ 1 PM ആയിരിക്കും. ഓക്കെ, അപ്പോൾ ബിനോമയിൽ നമ്മൾ 12:30 ഒരു സെക്ഷൻ നടത്തി. നമ്മൾ ടോട്ടൽ സിഗ്നൽ 3 ടോട്ടൽ വിൻ 3 ആണ്. ടോട്ടൽ ലോസ് 0 അല്ലേ? 10% നമ്മൾ ക്യാപിറ്റൽ നമ്മളെടുത്തു. നമുക്ക് 3 വിന്ന് മതി. നമ്മുടെ 10% നമ്മുടെ ക്യാപിറ്റലിൻ്റെ 10% നമുക്ക് എടുക്കാൻ പറ്റും. ഓക്കെ, പിന്നെ അടുത്ത സെക്ഷൻ ക്യൂടെക്സിൻ്റെ സെക്ഷൻ 1 12:30 കൊടുത്തത്. അത് രണ്ടും കൂടെ എന്താ പറയുക, ഇന്നലത്തെ ആയതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു ഇത് വന്നത്. മറ്റേ ഇന്ന് മുതൽ നിങ്ങൾക്ക് സെപ്പറേറ്റാണ് ടൈമിങ്സിൽ വരുന്നത്. ടോട്ടൽ സിഗ്നൽ 4, ടോട്ടൽ വിന്ന് 3. സ്വാഭാവികം, നമ്മൾ ആരും ദൈവം തമ്പുരാനൊന്നല്ല. ഒരു ലോസ് എങ്കിലും വരും. ലോസ് വരാതിരിക്കാൻ നമ്മൾ ശ്രമിക്കും, പക്ഷേ ലോസ് വരും. പക്ഷേ ഓവറോൾ നമ്മൾ 3 വിന്നാണ്. 3 വിന്നായി. ഇവിടെ 10% ഗെയിൻ ഓൺ ക്യാപിറ്റൽ. ഓക്കെ, ഇനി അടുത്തത് സെക്ഷൻ 2 6 മണിക്ക്. ഏത്? ബിനോമേൻ്റെ. കണ്ടോ, 8 സിഗ്നൽ, 4 ലോസാണ്. 12 സിഗ്നൽ കൊടുത്തു, 8 വിന്ന് 4 ലോസ്. ഡബിളിന് മേലെ ഡബിള് കിട്ടിയ അവിടെ പ്രോഫിറ്റ്. ക്യൂടെക്സിൻ്റെ 3 സിഗ്നൽ കൊടുത്തു, 3 വിന്ന്. പിന്നെ സെക്ഷൻ 3 നൈറ്റ് 8:30 പണികളൊക്കെ കഴിഞ്ഞ് ആൾക്കാർ വീട്ടിൽ വരുന്ന സമയം. സിഗ്നൽ 3, സിഗ്നൽ 3 കേട്ടോ, ഇവിടെ കണ്ടോ. ക്യൂടെക്സിൻ്റെ 18 സിഗ്നൽ കൊടുത്തു. എന്താ സിഗ്നൽ കൂടുന്നതെന്ന് അറിയാം? മാർക്കറ്റിൽ ചെറിയ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ, മാർക്കറ്റ് നമ്മൾ വിചാരിച്ചതുപോലെ പ്രശ്നം വരുമ്പോൾ നമ്മൾ കൂടുതൽ സിഗ്നൽ കൊടുത്തിട്ട്
കൂടുതൽ സിഗ്നൽ കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, അന്നത്തെ 15%, അന്നത്തെ നമ്മുടെ ടാർഗറ്റ് ഓരോ സെക്ഷനിലും 10% നമ്മുടെ ക്യാപിറ്റലിലെ 10%ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 10% നമ്മൾ നേടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ എനിക്ക് 3 സിഗ്നൽ കൊടുത്താൽ മതി, പക്ഷേ 18 സിഗ്നൽ കൊടുത്തു. എന്തുകൊണ്ട്? മാർക്കറ്റ് മോശമാണെങ്കിൽ നമ്മൾ സിഗ്നൽ കൂടുതൽ കൊടുത്ത് വിന്ന് കൂടുതലെടുത്ത് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ പ്രോഫിറ്റ് നമ്മൾ ഇതാക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പിച്ചോ, നിങ്ങൾ 100% ഉറപ്പിച്ചോ, ഒരു ദിവസം പോലും ഇന്ന് വരെ ദൈവാനുഗ്രഹം കൊണ്ട് ഒരു ദിവസം പോലും നമ്മൾ ലോസ് എന്ന് പറയുന്നൊരു സംഗതിയിൽ നമ്മൾ ഇറങ്ങിയിട്ടില്ല. ലോസ് എന്ന് പറഞ്ഞിട്ടൊരു സംഗതിയിൽ നിങ്ങളെ ഞാൻ ഇറക്കിയിട്ടില്ല. ഓക്കെ, എന്ന് ഇതാ 18 സിഗ്നൽ, 13 ഇത്. നിങ്ങളുടെ അടുത്ത് ക്യാപിറ്റൽ ഉണ്ടായാൽ മതി. നിങ്ങളുടെ അടുത്ത് ക്യാപിറ്റൽ ഉണ്ടോ? നിങ്ങൾ കണക്ക് കൂട്ടി വെക്കുക. 18 സിഗ്നലും 5 എണ്ണാണ് ലോസ്. ഈ 5 എണ്ണ ലോസ് 18 5 പോയി കഴിഞ്ഞാൽ 13 വരുന്നത്. 13 വിന്ന്, 13 വലുത്, 13 വിന്ന്, 5 ലോസ്. ഈ 5 ലോസിൻ്റെ പൈസ അങ്ങോട്ട് മൈനസ് ചെയ്യേ. 18 13 പ്രോഫിറ്റ് കിട്ടി. 15% ക്യാപിറ്റൽ ഗെയിൻ ആയത്. ക്യാപിറ്റൽ ഉള്ളവൻ, പൈസ ഉള്ളവൻ അവിടെ തന്നെ ലക്ഷാധിപതിയായി. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇതേപോലെയാണ് നമ്മൾ സിഗ്നൽസ് തരുന്നത്. ഇനി ഓവറോൾ കണ്ടോ? ഓവറോൾ എങ്ങനെയാണ്? ഇന്നലത്തെ 4-ാം തീയതി ബിനോമിൽ 14 വിന്ന്. ഇതിൻ്റെ ഞാൻ എക്സ്പാൻഡ് ചെയ്തിട്ട് ഞാൻ ഇവിടെ ഇട്ടിട്ടുണ്ട്. കണ്ടോ? ഡിസ്ക്രൈബ് ചെയ്തതെല്ലാം ഞാനിവിടെ ഇട്ടിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ട് ഞാനിവിടെ എന്ത് കൊടുത്തു? ഇവിടെ വേറെ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ബിനോമിൽ 14 വിന്നായി. ക്യൂടെക്സിൽ 19 വിന്ന്. പോരെ? ഇത്ര പോരെ നമുക്ക്? ശരിക്കും പറഞ്ഞാൽ ഒരൊറ്റ വിന്ന് മതി നമുക്ക്. പക്ഷേ ഇത്രയുണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ ഫാമിലീൻ്റെ ഒരു ഗുണം, മായാവി ട്രേഡിങ്ങിൻ്റെ ഒരു ഗുണം. അല്ലാതെ നിങ്ങളോട് പറയും, അയ്യോ ഇന്ന് മാർക്കറ്റ് മോശമാണേ, ഇന്ന് മാർക്കറ്റ് ഇതാണേ, മാർക്കറ്റ് നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നുമില്ല, ഒരു കാര്യം ചെയ്യും, ഇന്ന് ലോസാണ് ഞാൻ ബുക്ക് ചെയ്യുന്നത്, സോറി ഫ്രണ്ട്സ്, ഇന്ന് ലോസ് ബുക്ക് ചെയ്തു, നമുക്ക് നാളെ നോക്കാം. എൻ്റെ ഗ്രൂപ്പിൽ ഈ ഇതിൽ മായാവി ട്രേഡിങ്ങിൽ ഇതിൽ കയറിയിട്ട് നിങ്ങൾ എവിടെയെങ്കിലും ഒരു നോക്കി, ഇന്ന് ലോസാണ് നമ്മൾ ബുക്ക് ചെയ്യുന്നതെന്ന് ഒരു മെസ്സേജെങ്കിലും നിങ്ങൾ കാണാൻ സാധിക്കുമെന്ന് നോക്കുക. നിങ്ങൾക്ക് സാധിക്കില്ല. കാരണം ഒരു ട്രേഡറിന് അറിയാം എവിടെയാണ് പ്രോഫിറ്റ് എടുക്കേണ്ടത്, അല്ലെങ്കിൽ എവിടെയാണ് പ്രോഫിറ്റ് ഉണ്ടാക്കേണ്ടതെന്നുള്ളത്. ദൈവം തമ്പുരാൻ്റെ കയ്യിലാണ് എല്ലാം. സംഗതി ശരി തന്നെ. പക്ഷേ നമുക്ക് ട്രേഡറിന് അറിയാം. നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കും അറിയാം. നിങ്ങളെ പഠിപ്പിക്കും ഞാൻ. നിങ്ങൾ പഠിച്ചിരിക്കും. എൻ്റെ ഇതിൽ കയറിക്കഴിഞ്ഞാൽ നിങ്ങളെ കൊണ്ട് പഠിപ്പിച്ചിരിക്കും. ഞാൻ ഓരോ VIP മെമ്പേഴ്സിനെ നിങ്ങൾ അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് ചോദിച്ചു നോക്ക്. ഞാൻ ഒരുമാതിരി ട്രേഡൊക്കെ കഴിയുമ്പോൾ എവിടെയെങ്കിലും കൺഫ്യൂഷൻ ട്രേഡ് വരുന്ന സമയത്ത് ഞാൻ അത് വിന്നായി കഴിയുമ്പോൾ അല്ലെങ്കിൽ ലോസ് ആകുമ്പോഴോ വിന്നാകുമ്പോഴോ എന്തുകൊണ്ട് അവിടെ സംഭവിച്ചു, ഞാനത് സ്ക്രീൻഷോട്ട് എടുത്ത് ഞാൻ വരച്ച് ഇതാക്കിയിട്ട് ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അവിടെ ആൻസേഴ്സ് എനിക്ക് കിട്ടണം. അവർ പറയുന്ന ആൻസർ തെറ്റാണെങ്കിൽ അത് ഞാൻ ക്ലിയർ ചെയ്ത് കൊടുക്കും. എന്തിന്? നിങ്ങൾ ഈ സിഗ്നൽ തരുന്ന മറ്റേ മായാവി ട്രേഡിങ് സിഗ്നൽ വരുന്നുണ്ട്, അപ്പോൾ അത് മാത്രം ഞാൻ ചെയ്തുകൊണ്ടിരിക്കാം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ലൈഫ് ഒരിക്കലും മുന്നേ. നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ ആരെയെങ്കിലും? നിങ്ങൾ ആരെയെങ്കിലും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ? അവിടെ തുടങ്ങുകയാണ് നിങ്ങളുടെ പരാജയം. പക്ഷേ ഡിപ്പെൻഡ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ? നിങ്ങൾ ലൈഫ് ലോങ് ഡിപ്പെൻഡ് ചെയ്ത് അവിടെയാണ് നിങ്ങളുടെ പരാജയം. പക്ഷേ ഡിപ്പെൻഡോ എന്ത് വേണമെങ്കിലും ചെയ്തിട്ട് നിങ്ങൾ പഠിച്ചെടുക്കുക. ഞാനും നിങ്ങളെപ്പോലെ മനുഷ്യൻ തന്നെയാണ്. ഞാനും നിങ്ങളെപ്പോലൊരു വ്യക്തി തന്നെയാണ്. ഞാനിത് ചെയ്യുമെങ്കിൽ, വേറൊരാളിത് ചെയ്യുമെങ്കിൽ നിങ്ങൾക്കും ഇത് ചെയ്യാൻ സാധിക്കും. 100% നിങ്ങൾക്ക് ഇത് ചെയ്യാൻ സാധിക്കും. അല്ലേ? ആർക്കും ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമുക്കെന്താ വേണ്ടത്? നമുക്ക് വേണ്ടത് ഒന്ന് നോളജ് വേണം. അത് ഇവിടുന്ന് കിട്ടും. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ എല്ലാ യൂട്യൂബേഴ്സിനെ പോലെ ഇങ്ങനെ ഡെയിലി വീഡിയോ ഇടാനൊന്നും സാധിക്കില്ല. കാരണം നമ്മുടെ ഫോക്കസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രേഡേഴ്സാണ്. ഓക്കെ, അപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുക, അത് മാത്രമേ ഉള്ളൂ ഇതിട്ട്. അപ്പോൾ ഞാനിതാ ഈ ഒരു എന്താ പറയുക, നിങ്ങളിതിൽ നോക്കാം കേട്ടോ. ഞാൻ നിങ്ങൾ കാണിച്ചു തരാം മൊത്തം. കണ്ടോ? ഇതിങ്ങനെ പോകും ഇഷ്ടം പോലെ. കണ്ടോ? നമ്മൾ പോൾ കൊടുക്കും, ഏതൊക്കെ സമയമാണ്. കണ്ടോ? ഇതൊക്കെ പോളാണ്. നിങ്ങൾക്ക് ഏത് സമയത്താണ് ട്രേഡ് വേണ്ടതെന്നൊക്കെ എല്ലാ മെമ്പേഴ്സിനോടും ചോദിച്ച് അവരുടെ എന്താ പറയുക അഭിപ്രായങ്ങൾ ചോദിച്ച് അവരുടെ ഇത് ചോദിച്ചിട്ടേ ഉള്ളൂ.
ഓക്കെ, ഇതേപോലത്തെ ഒരു വീഡിയോ ഒക്കെ കാണാം. ഓക്കെ, അത് വിട്. ഓക്കെ, അതേപോലെ ടൂർണമെൻറ്റുകളുണ്ട് നമുക്ക്. അതുപോലെ ടൂർണമെൻ്റ് വീഡിയോസ് നമ്മുടെ യൂട്യൂബിൻ്റെ ചാനലിൽ നമ്മൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതൊക്കെ നിങ്ങൾ കാണുക, നിങ്ങൾ നോക്കുക. താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിലേക്ക് ഒരു അംഗമായിട്ട്, നമ്മുടെ ഒരു ഫാമിലി അംഗമായിട്ട് ചേരുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടും അതുപോലെ തന്നെ അതിൽ മെസ്സേജ് ചെയ്തിട്ടും ഒക്കെ നിങ്ങൾക്ക് ഈ നമ്മുടെ ഗ്രൂപ്പിലേക്ക് കയറണം. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് ഞാൻ ഇനി പറഞ്ഞു പോയി അങ്ങനെ പറഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് പോട്ടെ, നമ്മൾ എന്താ പറയുക, ടെലിഗ്രാം അങ്ങോട്ട് ഓഫ് ചെയ്തു. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് വിഡ്രോ ചെയ്യുക. വിഡ്രോ ചെയ്യാനൊന്നുമില്ല, വിഡ്രോവിൽ പോവുക. ഓക്കെ, വളരെ സിമ്പിളായിട്ട് നമ്മൾ ഓൾറെഡി എന്താ പറയുക ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇവിടെ എത്രയാണ് നമുക്ക് വേണ്ടത്? ഒരു 500 ഇടാം. ഓക്കെ, നമ്മൾ ഇത്രയും എമൗണ്ട് നമ്മൾ വിഡ്രോ ചെയ്യാൻ പോവാണ്. എങ്ങോട്ട്? ബൈനാൻസ് പേയിലേക്ക് നമ്മൾ വിഡ്രോ ചെയ്യുന്നു. നമ്മൾ എന്താ എടുക്കേണ്ടത്? നമ്മൾ ബൈനാൻസ് ID. ഓക്കെ, ബൈനാൻസ് ID ആണ്. ബൈനാൻസ് ഇമെയിലല്ല, ബൈനാൻസ് ID എടുക്കുന്നു. ഓക്കെ, ബൈനാൻസ് അക്കൗണ്ട് ID നമ്മൾ ഇതിൽ കൊടുക്കണം. അപ്പോൾ അക്കൗണ്ട് ID കൊടുക്കാൻ വേണ്ടി ഞാൻ ഒന്നുകൂടെ മൊബൈൽ ഒരു മിനിറ്റ് നോക്കട്ടെ. ഓക്കെ ഫ്രണ്ട്സ്, ഇപ്പോൾ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ. ഓക്കെ, 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മെയിലാണത് വരിക. അപ്പോൾ അതെന്ത് ചെയ്യണം? നമ്മളൊന്ന് ഓപ്പൺ ചെയ്തിട്ട് മെയിലിൽ നിന്ന് എടുക്കുക. ഓക്കെ, ഇപ്പം നമ്മുടെ ഇത് ഞാനത് മെയിലിൽ നിന്ന് എടുത്തു. മെയിലിൽ നിന്ന് ഓപ്പൺ ചെയ്ത് നമ്മൾ എന്ത് ചെയ്തു? നമ്മുടെ റിക്വസ്റ്റ് ഇവിടെ കൊടുത്തു. ഓക്കെ, അപ്പം നമ്മൾ വിഡ്രോ ഇത് കൊടുത്തു. ഇനി ഒന്ന് റീഫ്രഷ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ എന്താ കാണിക്കുന്നത്? നമ്മുടെ ഇവിടെ വെയിറ്റിംഗ് കൺഫർമേഷൻ ബിനാൻസ് പേയിലേക്കാണ് 4500 രൂപ നമ്മളിവിടെ വിഡ്രോവലായിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ബാലൻസ് കാണിക്കുന്നത് 137 രൂപ. ഇത്രയും സിമ്പിളായിട്ടുള്ള ഒരു മെത്തേഡാണ്. ഇപ്പോൾ മനസ്സിലായോ? ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. വളരെ സിമ്പിൾ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ് എങ്ങനെ വിഡ്രോ ചെയ്യുന്നത്. ഇനി ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. ഡെപ്പോസിറ്റ് ഇത് അവിടെ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ബൈനാൻസ് പേ എന്ന് പറയുന്നത് അവിടെ കാണാം. ഓക്കെ, അല്ലെങ്കിൽ UPI ഉപയോഗിക്കുന്നവർക്ക് UPI ചെയ്യാം. ഓക്കെ, UPI ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എന്താ പറയുക മിന്നി മാഞ്ഞ് കള്ളനെ പോലെ ഒളിച്ചു പോകും കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ UPI ഇങ്ങനെ ചില സമയങ്ങളിലൊക്കെ ഉണ്ടാവുള്ളൂ. എന്നാലും കുഴപ്പമില്ല, UPI ഉള്ള സമയത്ത് നിങ്ങൾക്ക് UPI ചെയ്യാം. ഓക്കെ, സാധാരണ നിങ്ങൾ UPI എടുക്കുക. നിങ്ങളുടെ UPI നമ്പർ UPI ID എന്ന് പറഞ്ഞാൽ UPI ID അറിയില്ലേ? ഇപ്പോൾ എൻ്റെ പേരാണെങ്കിൽ abising@ybl@gmail അങ്ങനെയുള്ള YBL അപ്പോൾ അതേപോലെ പിന്നെ എന്താ പറയുക ആധാർ നമ്പർ നമ്മളിതിൽ അടിക്കാം. ഓക്കെ, ഇതിന് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞു കൊടുക്കാം. ഇല്ല, നിങ്ങൾ ഉപയോഗിക്കുന്നത് ബൈനാൻസ് പേ ആണെങ്കിൽ ബൈനാൻസ് പേ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ ഇവിടെ ഡോളർ ആക്കുക അല്ലെങ്കിൽ എമൗണ്ട് ആക്കുക, നിങ്ങളുടെ ഇഷ്ടം. എന്നിട്ട് ഡെപ്പോസിറ്റ് എന്ന് കൊടുക്കുക. അപ്പോൾ മറ്റേ എന്താ പറയുക ഒരു QR കോഡിൻ്റെ ഇത് വരും. ആ QR കോഡ് നമ്മുടെ മൊബൈലിലെ ആപ്പ് വെച്ചിട്ട് ആപ്പിലെ QR കോഡിൻ്റെ അത് വെച്ചിട്ട് നമ്മൾ ക്ലിക്ക് ചെയ്യുക. QR കോഡ് വഴി പേ ചെയ്യാം. ഇതൊക്കെ സിമ്പിളാണ്, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്താണ് ഡെപ്പോസിറ്റും വിഡ്രോയും ഒക്കെ. നിങ്ങളൊരു വിഡ്രോ മര്യാദയ്ക്ക് ചെയ്തു അല്ലെങ്കിൽ വഴിയായിക്കൊരു ഡെപ്പോസിറ്റ് ചെയ്തു എന്നതല്ല കാര്യം. നിങ്ങളുടെ കാര്യം എന്താണ്? നിങ്ങൾ കറക്റ്റായിട്ട് ട്രേഡ് ചെയ്ത് പ്രോഫിറ്റ് എടുക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ? എങ്കിലേ കാര്യമുള്ളൂ. അല്ലാതെ നിങ്ങളൊരു 10,000 രൂപ അല്ലെങ്കിൽ 1,00,000 രൂപ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു 2,00,000 രൂപ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് ട്രേഡ് ചെയ്യാനറിയാതെ നിങ്ങൾ 0 ആക്കി കളഞ്ഞിട്ട് പിന്നെ എവിടെ കൊണ്ടുപോയിട്ടാണ് നിങ്ങൾ വിഡ്രോ ചെയ്യുക? മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അതുകൊണ്ട് ഞാൻ ആരെയും മോശമായിട്ട് പറയുന്നില്ല കേട്ടോ. ഓക്കെ, ഞാനിങ്ങനെ പറഞ്ഞ ഫ്ലോയിൽ അങ്ങോട്ട് പറഞ്ഞെന്നുള്ളൂ. സോറി, ഒന്നും വിചാരിക്കല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പഠിക്കാനുള്ള സൗകര്യം ഫ്രീ ആയിട്ട് അത് ഞാൻ ചെയ്തുതരാം. സൗജന്യമായിട്ട് നമ്മുടെ ഫാമിലിയിലേക്ക് വന്നാൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഇത്. കലാപരിപാടികളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും ഒരു മോശമായിട്ടോ അല്ലെങ്കിൽ വിഷമമായിട്ടോ നിങ്ങൾക്ക് ഫീൽ ചെയ്യുക. കാരണം എന്തറിയോ, ഞാൻ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അങ്ങനെ കളകളാന്ന് പറഞ്ഞിടും. കാരണം വല്ലപ്പോഴും ഈ സംസാരിക്കാൻ കിട്ടുള്ളൂ. അത് ഫുൾ ടൈമും ഈ കമ്പ്യൂട്ടറിൻ്റെ മുമ്പിൽ ഇരുന്ന് ഈ ട്രേഡ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇടയ്ക്ക് ഈ സംസാരിക്കുന്ന ഇത് കിട്ടുള്ളൂ. അപ്പോൾ അതങ്ങനെ അറിയാണ്ട് വായിൽ വരുന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു പോകുന്നതാണ്. അപ്പോൾ അങ്ങനെയൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട. എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഇതുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക. ഓക്കെ, ശരി എന്നാൽ. ഓക്കെ, ബൈ.